ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ജ്ഞാനേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ. തെരഞ്ഞെടുത്തത് പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതി, വിയോജിച്ച് അധിർ രഞ്ജൻ ചൌധരി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കാൻ രാംനാഥ് കോവിന്ദ് സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് കൈമാറി. തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തിയാൽ ചെലവ് ചുരുക്കാനാകുമെന്ന് സമിതി. CAA ഒരിക്കലും തിരിച്ചെടുക്കില്ല, നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിയമം കൊണ്ടുവന്നത് BJP-യാണ്, നരേന്ദ്രമോദി സർക്കാർ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നും അമിത്ഷാ. CAA നടപ്പാക്കാൻ അനുവദിക്കില്ല, ഇത് കേരളമാണെന്ന ISL വേദിയിൽ SFI DYFIയുടെ പ്രതിഷേധം. കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിലാണ് SFIയുടെയും DYFIയുടെയും പ്രതിഷേധ ബാനർ ഉയർന്നത്. കേരള സർവകലാശാല കോഴക്കേസിൽ FIR പുറത്ത്. ആത്മഹത്യ ചെയ്ത ഷാജി, ജോമെറ്റ, സൂരജ് എന്നിവർക്കെതിരെയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശബരിമല വിമാനത്താവളത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് വിജ്ഞാപനമിറക്കി സർക്കാർ. ആക്ഷേപമുള്ളവർ 15 ദിവസത്തിനുള്ളിൽ അറിയിക്കണമെന്ന നിർദ്ദേശം. പത്മജയ്ക്ക് പിന്നാലെ പത്മിനി തോമസും തമ്പാനൂർ സതീഷും BJP-യിൽ ചേക്കേറി. ഇന്ന് അംഗത്വം സ്വീകരിച്ചു. കോൺഗ്രസിന് തിരിച്ചടി. കടലുണ്ടിയിൽ ആടിനെ പുഴയിൽ മുക്കിക്കൊന്നു. അതിരപ്പറമ്പ് ഗിരീശന്റെ വീട്ടിൽ വളർത്തിയിരുന്ന ആടിനെയാണ് പുഴയിൽ മുക്കിക്കൊന്ന നിലയിൽ കണ്ടെത്തിയത്. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായ ഉന്നതാധികാര സമിതി യോഗം ചേർന്നു. വകുപ്പുകളുടെ പ്രവർത്തന പുരോഗതി യോഗം വിലയിരുത്തി. ഇടുക്കി ചിന്നക്കനാൽ 301 കോളനിയിൽ കാട്ടാന ആക്രമണം. വീടും വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു. ചക്കക്കൊമ്പനാണ് വീട് തകർത്തതെന്ന് ആദിവാസി. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.